നവജാത ശിശുവിനെയും അച്ഛനെയും കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതിയായ വിഷ്ണുവിനെ വീണ്ടും കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി. തന്നെ കേസിൽ മാപ്പുസാക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴ CJM കോടതിയിൽ വിഷ്ണു അപേക്ഷ നൽകിയിരുന്നു. ഇതേ തുടർന്ന് 2 ദിവസങ്ങളിലായാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ മൊഴി രേഖപ്പെടുത്തിയത്. 2 കൊലപാതകങ്ങൾ, 2 മോഷണങ്ങൾ എന്നീ കേസുകളിൽ മാപ്പുസാക്ഷിയാക്കാനാണ് വിഷ്ണു തൊടുപുഴ ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 കൊലപാതക കേസുകളുടെ മൊഴി എടുത്തിരുന്നു. 2ാം ദിവസം 2 മോഷണ കേസുകളുടെ മൊഴിയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ രേഖപ്പെടുത്തിയത്. വിഷ്ണുവിന് വേണ്ടി അഡ്വക്കേറ്റ് PA വിൽസൺ ഹാജരായി. കഴിഞ്ഞ മാർച്ച് 2-ന് കട്ടപ്പന നഗരത്തിലെ വർക്ക്ഷോപ്പിൽ നടന്ന മോഷണത്തിൽ വിഷ്ണുവും നിതീഷും പിടിയിലായതോടെയാണ് ഇരട്ടക്കൊലയുടെ ചുരുൾ അഴിയുന്നത്. ആഭിചാര ക്രിയകൾ നടത്തിയിരുന്ന ആളായിരുന്നു നിതീഷ്. 2016 ജൂലൈയിലാണ് നവജാത ശിശുവിന്റെ കൊലപാതകം നടന്നത്. 2023 ഓഗസ്റ്റിലാണ് വിജയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. വിജയന്റെ മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയെങ്കിലും കുട്ടിയുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല.